കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു അരുൾ ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്ന് തിരുസഭ ഭാരതത്തിൻ്റെ 2ാം അപ്പസ്തോലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനം തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത ഒരു അപ്പസ്തോലനായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിലേക്ക് കടന്നു വരികയും ഭാരതത്തിലുടനീളം പ്രവർത്തിക്കുകയും ചെയ്ത വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സ്പെയിനിലെ ഒരു ഉന്നത കുലത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. മാത്രമല്ല, പാരീസിലെ സർവകലാശാലയിൽ നിന്നും ഉന്നത ഡിഗ്രി നേടിയ അദ്ദേഹം ആ സർവകലാശാലയിലെ പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. മാത്രമല്ല, പിന്നീട് അവിടെ തന്നെ ഒരു ജോലി ലഭിക്കുക കൂടി ചെയ്തു എന്ന് പറയുമ്പോൾ പുറമേ നിന്ന് നോക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് വളരെ വിജയകരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. എല്ലാ തരത്തിലും ജീവിതത്തിൽ വിജയം കണ്ട ഒരു വ്യക്തി, മറ്റുള്ളവന് മുമ്പിൽ അറിയപ്പെടുന്ന ഒരു ജീവിതം, സർവകലാശാലയിൽ തന്നെ പ്രഗത്ഭനായ വിദ്യാർത്ഥി എന്ന് അറിയപ്പെടുന്നു, അവിടെ തന്നെ ജോലി ലഭിക്കുന്നു. എന്തുകൊണ്ടും വളരെ സുരക്ഷിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള കടന്നു വന്നപ്പോഴാണ് ആ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. എല്ലാ ദിവസവും പല വചനങ്ങളും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ദിവസം ഇഗ്നേഷ്യസ് ലയോള പറയുകയുണ്ടായി, ഒരുവൻ ലോകം മുഴുവൻ നേടിയായാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? മത്തായി 16:26 അദ്ദേഹത്തോട് പറയുമ്പോൾ ആ വചനം പതിയെ പതിയെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ വേട്ടയാടുവാൻ തുടങ്ങി. അദ്ദേഹം ആ വചനത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ചപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരുപക്ഷെ പുറമേ നിൽക്കുന്ന വ്യക്തികൾക്ക് തൻ്റെ ജീവിതം ഒരു വിജയമായിരിക്കാം, പക്ഷേ താൻ ലോകത്തിൻ്റെ പുറകെയാണോ പോകുന്നത് എന്നൊരു ചിന്ത അദ്ദേഹത്തെ അലട്ടുകയും പിന്നീട് തനിക്കുണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ഒരു ഈശോ സഭ വൈദികനായി തീർന്ന അദ്ദേഹം ഇന്ത്യയിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനായി കടന്നു വരാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം തീക്ഷ്ണതയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച ഒന്നാണ്. കപ്പൽ മാർഗം തന്നെ ഇന്ത്യയിലേക്ക് 1 വർഷത്തോളം എടുക്കും എത്തിച്ചേരുവാൻ. അങ്ങനെയുള്ള യാത്രകളിൽ പലരും കടലിൽ വെച്ച് തന്നെ മരിച്ചു പോകുകയാണ് പതിവ്. കാരണം പല പകർച്ചവ്യാധികളും ആ യാത്രയിലൂടെ നീളം അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. പല പ്രകൃതിക്ഷോഭങ്ങൾക്കും ഇരയാകേണ്ടി വരും. അങ്ങനെ എത്തിച്ചേരുന്ന വളരെ ചുരുക്കമായിരുന്നു എന്നറിയുമ്പോൾ എത്രമാത്രം ആഗ്രഹത്തോടെ, എത്രമാത്രം ധീരതയോടെയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ആ ഒരു തീരുമാനമെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
മാത്രമല്ല ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ പ്രാദേശിക മേഖലകളിൽ നിന്നുള്ള എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വന്നു. പലതരത്തിലുള്ള ഭാഷകളുണ്ടായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ ഇപ്രകാരമാണ് അദ്ദേഹം തൻ്റെ ജീവിതം ഈ ഭാരതത്തിൽ ചിലവഴിച്ചത് എന്നാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഒന്ന് വിശ്രമിക്കുക കൂടി ചെയ്യാതെ നിരന്തരം കർത്താവിന് വേണ്ടി വേല ചെയ്ത അദ്ദേഹത്തിന് അനേകരെ ദൈവത്തിന് വേണ്ടി സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ വലിയൊരു പ്രേക്ഷിത പ്രവർത്തകനായിട്ട് അദ്ദേഹം മാറിയതും അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു തീഷ്ണത, ആ ഒരു വചനം തന്നെ സ്പർശിച്ചപ്പോൾ അതിനുവേണ്ടി എല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്ന ആ മനസ്സ്, നല്ലൊരു ഭാവിക്ക് വേണ്ടി, നല്ലൊരു ജീവിതത്തിന് വേണ്ടി നല്ല സാഹചര്യങ്ങളെ തേടിപ്പോകുന്നത് വളരെ പതിവായ ഒരു കാര്യമാണ്. എന്നാൽ നല്ലൊരു സാഹചര്യത്തിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ഇനി തൻ്റെ മുമ്പിൽ എന്താണ് ഉള്ളത് എന്ന് പോലും തിരിച്ചറിയാതെ, തൻ്റെ വഴികൾ എപ്രകാരമുള്ളതാണെന്ന് പോലും തിരിച്ചറിയാതെ അതെല്ലാം കർത്താവിന് വേണ്ടിയാണ് എന്ന ബോധ്യത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുന്ന നിമിഷങ്ങളായിട്ട് അതെല്ലാം മാറുകയാണ്. അനേകരെ കർത്താവിന് വേണ്ടി സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകം ഇതാണ്: എനിക്ക് ആത്മാക്കളെ തരിക, ശേഷം ബാക്കിയുള്ളതെല്ലാം എടുത്തുകൊള്ളുക. ആ ഒരു തീഷ്ണതയായിരുന്നു തൻ്റെ പ്രവർത്തനങ്ങളിലുടനീളം അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയും സൗമ്യതയുമായിരുന്നു. ഈ രണ്ട് ഉപകരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അനേകരെ കർത്താവിന് വേണ്ടി നേടിയത്. പ്രിയമുള്ളവരെ, ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി, കർത്താവിലുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഇതുപോലെ ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു നോക്കുക. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ നല്ല ജീവിത സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന യുവതി യുവാക്കൾ ഇന്ന് വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം ഒരിക്കലും അതിൽ നിരാശനായില്ല. കാരണം കർത്താവിനെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തത്. അതിനാൽ ഇന്ന് അനേകർ കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറി ഇന്നും ആളുകൾ ഗോവയിലെ ആ ദേവാലയത്തിലേക്ക് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക ശരീരം കാണുവാൻ വേണ്ടി തടിച്ചു കൂടുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഓർക്കുക, ആ വിശുദ്ധൻ എത്രമാത്രം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചിരുന്നു, എത്രമാത്രം ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു, എത്രയോ പേരെ ഇനിയും ആ ക്രിസ്തുവിന് വേണ്ടി ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ക്രിസ്തുവിനെ നേടുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനും നമ്മളിലൂടെ അനേക ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനും വേണ്ട രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ വിശുദ്ധിയിലൂടെ മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് നമുക്ക് എത്തിക്കാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവ്യബലിയെ തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.